വാകത്താനം വള്ളിക്കാട്ട് ദയറായിൽ ഖബറടക്കിയ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ ബാവായുടെ 97ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് പരിശുദ്ധ ബാവായുടെ ഖബറിങ്കൽ വിശ്വാസികളുടെ വൻതിരക്ക്. പരിശുദ്ധ ബാവായുടെ മാതൃ ഇടവകയായ വാകത്താനം സെന്റ് ജോൺസ് വലിയ പള്ളിയിൽ നിന്നുള്ള റാസിയെയും സമീപ ദേവാലയങ്ങളിൽ നിന്നുള്ള തീർത്ഥാടക സംഘങ്ങളെയും ദയറ മാനേജർ ഫാദർ അലക്സാണ്ടർ പി ഡാനിയൽ സ്വീകരിച്ചു. സന്ധ്യാ നമസ്കാരത്തിന് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ മുഖ്യ കാർമ്മികനായിരുന്നു. മാത്യൂസ് മാർ തേവോദോസിയോസ്, ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ്, ഡോക്ടർ മാത്യൂസ് മാർ തിമാത്തിയോസ്, ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറോസ്, ഡോക്ടർ ജോഷ്യ മാർ നിക്കോദിമോസ്, സക്കറിയ മാർ സേവേറിയോസ് എന്നീ മെത്രാപ്പോലിത്തമാർ സഹകാർമ്മികരായി. മത്തായി ഇടയനാൽ കോർ എപ്പിസ്കോപ്പ അനുസ്മരണ പ്രസംഗം നടത്തി. തുടർന്ന് നടന്ന ഭക്തി നിർഭരമായ റാസിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ കത്തിച്ച മെഴുകുതിരികളുമായി പരിശുദ്ധനായ ബാബ തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനാ മന്ത്രത്തോടെ പങ്കെടുത്തു. ശ്ലൈഹിക വാഴ്വിന് ശേഷം നടന്ന ശ്രാദ്ധസദ്യയിൽ വിശ്വാസികൾ പങ്കുചേർന്നു. ഇന്ന് രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് പരിശുദ്ധ കാതോലിക്ക ബാബ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പിതാക്കന്മാരുടെ ഖബറിങ്കൽ ധൂപപ്രാർത്ഥനയും എൻഡോമെന്റ് വിതരണവും വാഴ്വ്, നേർച്ച വിളമ്പ് എന്നിവയും ഉണ്ടായി. തുടർന്ന് നാടിന്റെ നന്മ എന്ന ആശയ സംവേദന ചടങ്ങിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വാകത്താനത്തെ ജനപ്രതിനിധികളെ ആദരിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് ജെറുസലേം സെന്റ് മേരീസ് പള്ളിയിലെ പരിശുദ്ധ ബാവായുടെ നാമത്തിലുള്ള കുരിശടിയിലേക്കുള്ള റാസയെ തുടർന്ന് ആശീർവാദത്തോടെ ഓർമ്മ പെരുന്നാൾ കൂടിയിറങ്ങും. മാർ തോമസ് ലീഹായുടെ ശ്ലൈഹിക സിംഹാസനത്തെ അലങ്കരിച്ച് ഭാഗ്യമോടെ വാണരുളിയ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ 97ാമത് ഓർമ്മ പെരുന്നാളാണ് കൊണ്ടാടുന്നത്. 1870 ജനുവരി 11-ന് കോട്ടയം ജില്ലയിലെ പുരാതന യാഥാസ്ഥിതിക തറവാടായ വള്ളിക്കാട്ട് കാരിച്ചിറ കുടുംബത്തിലാണ് പരിശുദ്ധ ബാവ ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം സുറിയാനി ഭാഷയിൽ പ്രാവീണ്യം നേടി. അദ്ദേഹം ഒരു സന്യാസി പുരോഹിതനാകാൻ തീരുമാനിച്ചു. 16ാമത്തെ വയസ്സിൽ തന്നെ ശമ്മാശനായി. കടവിൽ പൗലോസ് മാർ അത്താനാസിയസ് അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരുവായിരുന്നു. 1996-ൽ കടവിൽ മാർ അത്താനാസിയസ് തിരുമേനി പിതാവിനെ പുരോഹിതനായി പട്ടം കെട്ടി. 1907-ൽ തന്റെ ആത്മീയ പിതാവിന്റെ നിര്യാണത്തിന് ശേഷം അദ്ദേഹം ആലുവയിൽ നിന്ന് വാകത്താനം വള്ളിക്കാട്ട് ദയറായിലേക്ക് താമസം മാറ്റി. അവിടെ അദ്ദേഹം ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചു. കോട്ടയം, അങ്കമാലി ഭദ്രാസനങ്ങളുടെ ചുമതല നൽകിക്കൊണ്ട് പൗലോസ് മാർ പീലക്സിനോസ് എന്ന പേരിൽ മെത്രാനായി അഭിഷേകം ചെയ്തു. നിരണം പള്ളി ഫെബ്രുവരി 1913 അന്ത്യോക്യൻ സുറിയാനി ഓർത്തഡോക്സ് പാത്രിയാർക്കീസ് ഇഗ്നാത്തിയോസ് അബ്ദുൽ മശിഹ രണ്ടാമൻ, ബസേലിയോസ് പൗലോസ് പ്രഥമൻ കാതോലിക്ക എന്നീ പിതാക്കന്മാർ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാതോലിക്ക 1925 ഏപ്രിൽ 30-ന് അദ്ദേഹത്തെ പൗരസ്ത്യ കാതോലിക്ക എന്ന നിലയിൽ ബസേലിയോസ് ഗീവർഗീസ് ഒന്നാമൻ എന്ന പേരിൽ ഉയർത്തി. കിഴക്കൻ കാതോലിക്കയായി അദ്ദേഹം നിയമിതനായി തന്റെ ചുമതല ഏറ്റെടുത്തു. ദീർഘകാലമായി പരിശുദ്ധ പിതാവിനെ അലട്ടിയിരുന്ന അപ്പൻഡിസൈറ്റിസ് ശസ്ത്രക്രിയയെ തുടർന്ന് 1928 ഡിസംബർ 17-ന് പരിശുദ്ധ ബാബ തിരുമേനി പിതാക്കന്മാരോട് ചേർന്നു. വള്ളിക്കെട്ട് ബാബ ജീവിതകാലത്ത് പോലും ഒരു വിശുദ്ധനായി കണക്കാക്കപ്പെട്ടിരുന്നു. ലാളിത്യം, ചെലവ് ചുരുക്കൽ, സമയനിഷ്ഠ എന്നിവയിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതശൈലി ശ്രദ്ധിക്കപ്പെട്ടു. ഒരു വ്യക്തിഗത ഡയറി സൂക്ഷിക്കാൻ ബാബ ഉപയോഗിച്ചിരുന്നു. അത് അദ്ദേഹത്തിന്റെ കാലത്തെ ചരിത്രത്തിന്റെ ആധികാരിക ഉറവിടമായി മാറി. ബാബ സുവിശേഷങ്ങളുടെ ഭാഗങ്ങൾ വിവർത്തനം ചെയ്തു. സുറിയാനി മുതൽ മലയാളം വരെയുള്ള നിരവധി ആരാധനാ രചനകൾ നടത്തി. ആദ്യത്തെ സഭാ പഞ്ചാംഗത്തിന്റെ പ്രസിദ്ധീകരണം, പൗരസ്ത്യ കാതോലിക്ക ബാവമാരുടെ അംശവടി രൂപകൽപ്പന എന്നിവ പിതാവിന്റെ സംഭാവനകളാണ്. ജീവിത വിശുദ്ധിയോടും വ്രതാനുഷ്ഠാനത്തോടും തീഷ്ണ സഭാ സ്നേഹത്തോടും കൂടെ ജീവിച്ച പരിശുദ്ധ ബാബ തിരുമേനിയുടെ മധ്യസ്ഥത കോട്ടയായിരിക്കട്ടെ.